ലക്ഷറി വീടുകളിലാണെങ്കിൽ ഹോം ഓട്ടോമേഷൻ ചെയ്താൽ മാത്രമേ അതിനൊരു കംപ്ലീഷൻ കിട്ടുള്ളൂ. ഞങ്ങളിത് എറണാകുളത്ത് ചെയ്ത ഒരു ഫുൾ ഹോം ഓട്ടോമേഷൻ ഹോം തിയേറ്റർ സോളാർ ലിഫ്റ്റിൻ്റെ ഒരു സൈറ്റാണ്. നമ്മൾ ഈ വീട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. തിയേറ്ററും ലിഫ്റ്റും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വി ഷേപ്ഡ് ഗേറ്റാണ്. ഇവിടെ നമ്മൾ റോളർ ഗേറ്റ് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് മൊബൈലിൽ നമുക്കിത് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിത് വീഡിയോ ഡോർ ഫോൺ വഴിയും ഇത് നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഡോർ ഫോണിലൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് വേൾഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റെയിൽ വഴിയാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി വേൾഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇതിന് റിമോട്ടും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ ഫോട്ടോ സെല്ലുണ്ട്. ഫോട്ടോ സെല്ല് നമ്മുടെ കാറുകൾ വന്ന് ഇതാകുമ്പോൾ ഗേറ്റ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് ഇടിക്കാതിരിക്കാനാണ് ഫോട്ടോ സെല്ലുള്ളത്. നമുക്ക് ഈ വീട്ടിൽ നമ്മൾ എയിലിൻ്റെ ഡോർ ലോക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും, ഇതൊരു ഡബിൾ ഡോറാണ്. ഇതിൽ നമ്മൾ എയിലിൻ്റെ ഡോർ ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഡോർ ഫോൺ 1 ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഡോർ ഫോണാണ് വരുന്നത്. ഈ 1 ടച്ചിൻ്റെ വീഡിയോ ഡോർ ഫോണിന് മൊബൈൽ ആപ്പ് ഉണ്ട്, ആക്സസ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നമ്മളൊരു മോഷൻ സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് മോഷൻ സെൻസറുമായി കണക്റ്റഡ് ആണ്. സോ ഇവിടെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആവും. സോ കാർ പോർച്ചിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ആൾക്കാർ വരുന്ന സമയത്ത് ഇത് പ്രോപ്പറായി വർക്ക് ആയിക്കോളും. അതേപോലെ തന്നെ അത് മോഷൻ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറ വരുമ്പോഴും എന്താണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയ ക്ലിപ്സ് എടുത്തിട്ട് കസ്റ്റമറുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ മൊബൈൽ ആപ്പിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് JRൻ്റെ ടച്ച് പാനൽസ് ആണ്. JR ഒരു ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ടച്ച് പാനൽസ് ആണ്. നമുക്കിതിൽ കസ്റ്റം എൻഗ്രേവിങ്ങും കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 ടച്ചിൻ്റെ വീഡിയോ ഡോർ ഫോൺ ആണ്. നമുക്ക് മൊബൈൽ ആപ്പിലും ഇതേപോലെ സ്ക്രീൻ വഴിയും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ വീട്ടിലെ ലൈറ്റിംഗ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് വോയിസ് വഴിയും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ വഴിയും നമുക്ക് ഫുള്ളായി കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള കേർട്ടൻസ് എല്ലാം മോട്ടറൈസ്ഡ് ആണ്. നല്ല ഹൈറ്റുള്ള കേർട്ടൻസ് മോട്ടറൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടുത്തെ ഹോം തിയേറ്റർ ഒരു 9.1 ചാനൽ ഹോം തിയേറ്റർ ആണ്. ഇവിടെ നമ്മൾ മറാൻസിൻ്റെ AVR ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റോമയുടെ 4K ലേസർ പ്രൊജക്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിക്ലൈനേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ സീലിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് അക്യൂസ്റ്റിക് ചെയ്തിരിക്കുന്ന ഈ തിയേറ്ററിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണുള്ളത്. ഈ വീട്ടിൽ 7.1.4ൻ്റെ ഹോം തിയേറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 15 ഇഞ്ചിൻ്റെ SVSൻ്റെ സബ് വൂഫറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. SVSൻ്റെ സബ് വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സബ് വൂഫറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ സ്പീക്കർ, ലെഫ്റ്റ് സ്പീക്കർ, റൈറ്റ് സ്പീക്കേഴ്സ്. ഈ സ്പീക്കേഴ്സ് എല്ലാം സ്ക്രീനിൻ്റെ ബാക്കിലാണ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ബാക്കിലുള്ള ലെഫ്റ്റും റൈറ്റ് സ്പീക്കേഴ്സും സെൻറ്റർ റൈറ്റും സെൻറ്റർ ലെഫ്റ്റ് സ്പീക്കേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ്മോസിന് വേണ്ടിയിട്ട് സീലിങ്ങിൽ 2 സ്പീക്കേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്കൈലൈറ്റ് ഉണ്ട്. ഇതും പ്രോപ്പർലി പ്രോപ്പർലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റൂമാണ്. നമുക്ക് കംപ്ലീറ്റ് നമുക്ക് വോയിസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഈ വോള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ റോക്ക് വൂൾ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കോട്ടൺ വൂൾ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൊരു പാനൽ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ലെയർ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും അക്വസ്റ്റിക് മെറ്റീരിയൽ വെച്ചിരിക്കുകയാണ്. സോ 3 ലെയർ ഓഫ് അക്വസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് സാധാരണ ഒരു ഡോറാണ്. ഈ ഡോറിൻ്റെ ഇവിടെ
നമ്മൾ ഒരു ലെയർ ഓഫ് അക്വസ്റ്റിക് പാനൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം നമ്മൾ അക്വസ്റ്റിക് ഡോർ അച്ചീവ് നോർമൽ ഡോറിൽ അക്വസ്റ്റിക് ഡോറാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്. അലക്സ, ടേൺ ഓൺ സ്കൈലൈറ്റ്. Okay. അലക്സ, ടേൺ ഓൺ സിനിമ. Okay. ഇവിടെ ഇൻഫ്ര എലവേറ്റേഴ്സിൻ്റെ G+2 ലിഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സ്റ്റീലിൽ ഗോൾഡൻ കവറിങ് ഉള്ള ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. ഇപ്പോൾ ഒരു ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പുറത്തുള്ള ഡോഴ്സ്, അതേപോലെ തന്നെ ഉള്ളിലുള്ള മെറ്റീരിയൽസ്, അതുപോലുള്ള ഫ്ലോറുകൾ എല്ലാം കസ്റ്റമൈസബിൾ ആണ്. ഇതുപോലെ എക്സ്റ്റേണൽ പാനലും ഇതേപോലെ തന്നെ ഇൻറ്റേർണൽ പാനൽസും എല്ലാം കസ്റ്റമൈസബിൾ ആണ്. കാണാൻ പറ്റും. ഈ പാനൽസിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, ഇതിൻ്റെ കളർ ഗോൾഡാണ്. ഇതിൽ തന്നെ എൻഗ്രേവിങ്സ് ഉണ്ട്. ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസബിൾ ആയിട്ട് നമ്മൾ സ്റ്റീലോ അല്ലെങ്കിൽ തന്നെ അതിൽ തന്നെ ഉള്ള ചെറിയ ഇതിലുള്ള ചേഞ്ചസോ എല്ലാം വെച്ച് ഇതേപോലെ തന്നെ ഹാൻഡ് റെയിലുണ്ട്. അപ്പോൾ ഹാൻഡ് റെയിലോ ഇതെന്തൊക്കെയാണോ ഫീച്ചേഴ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമുക്കൊരു ലിഫ്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് നോക്കാം, ലിഫ്റ്റിൻ്റെ സീലിങ്ങും ഡിഫറെൻ്റ് ആണ്, ഷേപ്പ് ആൻഡ് കളർ. അപ്പോൾ ലിഫ്റ്റിൻ്റെ സീലിങ്ങിനനുസരിച്ചിട്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ കംപ്ലീറ്റ്ലി ആർക്കിടെക്റ്റിൻ്റെയും കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഫ്ര എലവേറ്റേഴ്സ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫെസിലിറ്റി ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇൻഫ്ര ആണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ദെൻ കോൾ ഹോം ടെക് ഗ്രൂപ്പ്.